മാർക്കോ കണ്ടു. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മാസീവ് ആക്ഷൻ സിനിമയാണ്. ഉണ്ണി മുകുന്ദൻ്റെ അതിഗംഭീരമായ പ്രകടനം തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലാകാൻ പോകുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കരിയർ ബെസ്റ്റ് ആകാൻ പോകുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ സ്വാഗിലും ലുക്കിലും ആക്ഷൻ രംഗങ്ങളിലുമൊക്കെ ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസ് വളരെ ഗംഭീരമാണ്. സിദ്ദിഖും സിനിമയിൽ അതിഗംഭീരമായ പ്രകടനം തന്നെയാണ് നടത്തുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട പ്രകടനം ജഗദീഷിൻ്റെതാണ്. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു രൂപത്തിലും ഭാവത്തിലുമാണ് അദ്ദേഹം. ഒരു ക്രൂരനായ വില്ലനായാണ് അദ്ദേഹം ഈ സിനിമയിലെത്തുന്നത്. ജഗദീഷിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമായി മാറും എന്നുറപ്പമാണ് ഈ ടോണി ഐസക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. പിന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, നടൻ ഷമ്മി തിലകൻ്റെ മകൻ അഭിമന്യു ഷമ്മി തിലകൻ ഈ സിനിമയിൽ അതിഗംഭീരമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. എത്രയോ പ്രതിഭ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ മലയാള സിനിമ എന്നതിൽ നമുക്ക് അഹങ്കരിക്കാം. ഹനീഫ് അദേനിയാണ് സിനിമയുടെ സംവിധായകൻ. ആക്ഷൻ സിനിമകൾ ഒരുക്കുന്നതിൽ ഒരു പ്രത്യേക മിടുക്ക് തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. ചന്ദ്രു സെൽവരാജാണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. വിദേശ ആക്ഷൻ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഷൂട്ടുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ആക്ഷന് പ്രാധാന്യമുള്ള ഈ സിനിമയിലെ ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ കൊറിയോഗ്രാഫർ കലൈ കിങ്സാണ്. അതുപോലെ രവി ബസൂറാണ് സിനിമയുടെ സംഗീത സംവിധായകൻ. സിനിമയുടെ BGM, പശ്ചാത്തലം എല്ലാം സംഗീതം വളരെ പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദനെ അവതരിപ്പിക്കുന്ന BGM എല്ലാം അതിഗംഭീരമാണ്. കലാസംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുനിൽദാസാണ്. അമീർ മുഹമ്മദാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. നമ്മൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ് മാർക്കോ. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഈ സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല.